ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപമെടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ്. തീവ്ര ന്യൂനമർദ്ദത്തെക്കുറിച്ചും ചുഴലിക്കാറ്റിനെക്കുറിച്ചും ഡീറ്റെയിലായി നോക്കാം. കേരളത്തിലും വ്യാപക മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചെന്നൈ നഗരത്തിലടക്കം തമിഴ്നാട്ടിൽ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. ചുഴലിക്കാറ്റിന് മുന്നോടിയായുള്ള കനത്ത മഴ മൂലം ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. ഡീറ്റെയിലായി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലെ അതിതീവ്ര ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ ശക്തമായ മഴ ലഭിക്കും. നവംബർ 30-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഡിസംബർ 1-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾ കൂടാതെ തൃശൂർ, പാലക്കാട് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. കനത്ത നാശം വിതച്ചിരിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്ന് കാഴ്ച പരിധി കുറഞ്ഞ് നിരവധി വിമാനങ്ങൾക്ക് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. റൺവേയിൽ വെള്ളം കയറിയതോടെ 15 വിമാനങ്ങളുടെ സർവീസ് തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിലെ വടക്കൻ തീര ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 4 ദിവസത്തേക്ക് ഇതേ കാലാവസ്ഥ തുടരാനാണ് സാധ്യതയുള്ളതെന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു.